എനിക്ക് ഓർമ്മ ഉണ്ട് എന്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു വ്യക്തിയുമായി വലിയ എതിർപ്പ് ഉണ്ടായിരുന്നു. കുറെ നാളുകൾ അത് തുടർന്നു. അത് കൂടി എനിക്ക് എന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും ആയി. ദേഷ്യം സഹിക്കവയ്യാതെ എന്റെ കയ്യിൽ കിട്ടിയ ഒരു പ്ലേറ്റ് ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. എനിക്ക് ഒരു അല്പം ആശ്വാസം തോന്നി എങ്കിലും ദേഷ്യം കുറഞ്ഞിട്ടില്ല. വീണ്ടും ഒരു പ്ലേറ്റ് കൂടി ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. അല്പം കൂടുതൽ ആശ്വാസം തോന്നി. പക്ഷേ അത് ഒരു താത്കാലിക രക്ഷപ്പെടൽ മാത്രമാണ്. ഒരിക്കലും അതൊരു ശാശ്വത പരിഹാരം ആകുന്നില്ല. ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്ന് ഞാൻ ചിന്തിച്ചു. ആ വ്യക്തി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സമ്മാനിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഒരു ബുക്ക് വായിച്ചു. അതിലെ ഈ അർത്ഥം വരുന്ന സംസ്കൃത ശ്ലോകം എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ ആലോചിച്ചു, ഞാൻ ഒരു ഭക്തൻ ആണോ അല്ലയോ? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു വല്ലാത്ത ഭൗതിക ചിന്താഗതിക്കാരൻ ആണ് എന്നാണ്. പക്ഷേ ആ സംസ്കൃത ശ്ലോകം എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് ദൈവത്തിനുള്ള ഒരു സേവനം, ഒരു സമർപ്പണം ആയി ചെയ്യും. പിന്നീട് എന്ത് ചെയ്യുമ്പോഴും, ഉദാഹരണത്തിന് വീട് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, അതല്ല മറ്റെന്ത് ചെയ്യുമ്പോഴും ഞാൻ ഏതാനും സെക്കൻഡുകൾ നിശ്ചലനായി നിൽക്കും. എന്നിട്ടു കണ്ണടച്ച് ആ ഒരു ഭക്തിയുടെ വികാരം മനസ്സിൽ കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ പറയും, ഓ ദൈവമേ, എനിക്കറിയാം നീ എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തി അത് നിനക്ക് വേണ്ടിയാകുന്നു. അതിനുശേഷം അത് ചെയ്യുമ്പോൾ വളരെ രസകരമായിരിക്കും. നിങ്ങൾക്ക് ഇത് ശ്രമിച്ചു നോക്കാം ഇപ്പോൾ തന്നെ. ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു വച്ച് കണ്ണടച്ച് ഇങ്ങനെ പറയൂ, ഓ ദൈവമേ, എനിക്കറിയാം നീ എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന്. നിനക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ കാണാൻ പോകുന്നു. അപ്പോൾ ഒരു മധുരമായ, ഒരു പ്രസന്നമായ വികാരം ഉള്ളിൽ ഉണ്ടാകും. ഓരോ പ്രവൃത്തിക്കു മുൻപും ഇത് ചെയ്യുക. 24 മണിക്കൂറും ഭക്തിയുടെ ലഹരി നുണയാം. പക്ഷേ നിങ്ങൾ ഇത് മറന്നുപോകും. ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുക.